ഇതൊരു വലിയ ഡിഫറൻസ് ആണ്. 25 ലക്ഷം ആപ്ലിക്കൻസ് ആണ് ഈ വർഷം നീറ്റ് എക്സാമിനേഷന് വേണ്ടി ഇതുവരെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. 16-ാം തീയതി വരെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട തീയതി നീട്ടിയത് കൊണ്ട് ഇനിയും ഉയരാനാണ് സാധ്യത. 2 ലക്ഷത്തോളം മാത്രം വരുന്ന സീറ്റുകളിലേക്കായിട്ട് 13 ലക്ഷത്തോളം പെൺകുട്ടികളാണ് ഈ വർഷം അപ്ലൈ ചെയ്തിരിക്കുന്നത്. Hi dear parents and students, medical education is back. NEET is back. 2024 നീറ്റ് എക്സാമിനേഷൻ മെയ് 5-ാം തീയതി നടക്കാനിരിക്കെ നീറ്റ് ആപ്ലിക്കൻസിന്റെ എണ്ണം 25 ലക്ഷത്തിലധികമായി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ കാൽക്കുലേഷൻസ് നോക്കുന്ന സമയത്ത് 4.25 ലക്ഷത്തിലധികം ആപ്ലിക്കൻസ് ആണ് ഇത്തവണ അധികമായി വന്നിരിക്കുന്നത്. മെയ് 16-ാം തീയതിയായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള തീയതി എക്സ്റ്റെൻഡ് ചെയ്തതോടുകൂടി ഈ ഒരു കൗണ്ട് ഇനിയും ഹൈക്ക് ചെയ്യാനാണ് സാധ്യത. OTP കാരണം അതുപോലെ തന്നെ ആധാർ കാർഡിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന മിസ്റ്റേക്സ് കാരണമൊക്കെ നമ്മൾക്ക് ഒരുപാട് കുട്ടികൾക്കായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ആവശ്യമായി വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ടൈമിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം കിട്ടിയത് കൊണ്ട് 25 ലക്ഷം എന്നുള്ളത് ഇനിയും ഉയരാനാണ് സാധ്യത. അതുപോലെ തന്നെ ഓപ്പൺ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നീറ്റ് എക്സാമിനേഷൻ എഴുതാമെന്നുള്ളൊരു അനൗൺസ്മെന്റ് കൂടി വന്നതോടുകൂടി ഈ ഒരു കൗണ്ട് ഇനിയും ഹൈക്ക് ചെയ്ത് പോകും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്നും 13 ലക്ഷത്തിനധികം, അതായത് ഏകദേശം 55% പെൺകുട്ടികളാണ് നീറ്റ് ആപ്ലിക്കൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ 1,09,000 വരുന്ന MBBS സീറ്റ്സുകളും 26,000 വരുന്ന BDS സീറ്റ്സുകൾ, അതുപോലെ തന്നെ യുനാനി, ഹോമിയോപ്പതി, വെറ്റിനറി, BSc നഴ്സിംഗ് എല്ലാം ചേർത്തിട്ട് 2 ലക്ഷത്തോളം സീറ്റ്സുകളാണ് പെൺകുട്ടികൾക്കായിട്ട് നീറ്റ് വഴി എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 13 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഓൾറെഡി പെൺകുട്ടികളായിട്ട് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇസ് ബാക്ക് എന്നുള്ളത്. ഇത് 2 കാരണങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒന്നാമത്തേത്, ഇന്ത്യയിലെ മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫോറിൻ നാഷണൽസ് ഇവിടെ വന്ന് നമ്മളുടെ ഈ ഒരു മെഡിക്കൽ ഇൻഡസ്ട്രീനെ ഒരുപാട് അറിയുകയും ചെയ്തതോടുകൂടി ആ ഒരു മേഖലയിൽ ഒരു വലിയ ട്രെൻഡാണ് ഇന്ത്യയിൽ ഇനി വരാനായിട്ട് പോകുന്നത്. അതുകൂടാതെ WHO-യുടെ ഒരു കാൽക്കുലേഷൻസ് പ്രകാരം ഡോക്ടർ പേഷ്യന്റ് റേഷ്യോ 1:834 എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ജോബ് സെക്യൂരിറ്റിനെയാണ് കാണിക്കുന്നത്. അതായത് ഇന്ത്യയിലെ 5 ലക്ഷത്തോളം ഡോക്ടേഴ്സിന്റെ ആവശ്യകതയാണ് ഈ ഒരു കാൽക്കുലേഷൻസിനെ ഡെഫിസിറ്റിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് ആവശ്യമുണ്ടായിട്ടുണ്ടായിരിക്കുക. അതുകൂടാതെ ഏറ്റവും കൂടുതൽ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബാണ് ഇന്ത്യയിലെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ഏകദേശം 10 to 12 lakhs ആണ് ആനുവൽ ഇൻകം ആയിട്ട് ഈ ഒരു ഡോക്ടേഴ്സിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഒരു PG എടുത്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ വന്നിട്ടുള്ള ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇതിൽ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ബാക്ക് ആയിട്ട് വന്നിരിക്കുന്നത്. അതാണ് ഇപ്പൊ കാണിക്കുന്ന സൂചനകളും. 25 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ നീറ്റ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് വെറും ഒരു MBBS-ഓ BDS-ഓ അല്ല, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കെല്ലാം വിദ്യാർത്ഥികൾ അട്രാക്റ്റഡ് ആവുകയും അതുപോലെ തന്നെ അത്തരം ഇൻഡസ്ട്രിയിൽ ഒരു പുതിയ ഒരു കാഴ്ച വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ വർഷത്തെ നീറ്റ് എക്സാമിനേഷൻ ഇച്ചിരി കടുക്കുമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 25 ലക്ഷത്തോളം വിദ്യാർത്ഥികളെയാണ് നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻസിലായിരിക്കും നിങ്ങൾ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ പാനിക് ആവേണ്ട ഒരു കാര്യമില്ല. സാധാരണ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രാറ്റജിക് പ്ലാനിങ്ങോട് കൂടി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വളരെയധികം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഫേസ് ചെയ്യുന്നത് നിങ്ങൾ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഇൻപുട്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എങ്ങനെ നിങ്ങൾ എക്സാമിനേഷൻസിൽ അത് കൊണ്ടുവരും, എങ്ങനെ നിങ്ങൾ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ആയിക്കോട്ടെ എങ്ങനെ നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ എക്സാം ഹാളിൽ നിങ്ങൾ പ്രൂവ് ചെയ്യിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ വെച്ചിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ് അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പാനിക് ആവേണ്ട. ഓൾറെഡി അഡ്മിഷൻസ് എടുത്ത കുട്ടികളുണ്ടാവും ഓരോ കോഴ്സുകളിലേക്ക്. അതുപോലെ തന്നെ ഓൾറെഡി കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും. ഇതുവരെ കോച്ചിങ് ചെയ്യാതെ എക്സാമിനേഷൻ എഴുതി നോക്കാം എന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ടില്ല. ഇനിയും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങാം. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഇനിയും സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ അക്കാഡമിക്കലി നിങ്ങൾ വെല്ലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഇത് നിങ്ങൾ എങ്ങനെ ഇതിനെ അപ്ലൈ ചെയ്യും, നിങ്ങളുടെ സ്റ്റഡീസ് നിങ്ങൾ എങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും, നിങ്ങളുടെ ടൈം എങ്ങനെ കൺസ്യൂം ചെയ്യും, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും എങ്ങനെ നിങ്ങൾ അത് പെർഫോം ചെയ്യും നിങ്ങളുടെ എക്സാം ഹാളിൽ, ഇതെല്ലാം നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എക്സാമിൽ കിട്ടുന്ന മാർക്കിന് ബേസ് ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ടും നിങ്ങൾ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇങ്ങനെ വരുന്ന വാർത്തകൾ നിങ്ങൾ പാനിക് ആവാതിരിക്കുക. പക്ഷെ ഇത് നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇത്രയും വിദ്യാർത്ഥികളോടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ ഈ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പഠിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന സമയത്ത് റേസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ ക്രാഷ് ബാച്ചുകൾ, നീറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്രാഷ് ബാച്ചുകൾ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അഡ്മിഷൻസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ പ്രൊസീജിയറിനെ കുറിച്ചും അറിയാനായിട്ട് നമ്മുടെ അഡ്മിഷൻ കൗൺസിലേഴ്സിന്റെ നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ഈ ഒരു സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ വേണം എക്സാമിനേഷൻ എഴുതാനായിട്ട്.
ആയിട്ട്. ഇപ്പം ഇത്രയും വലിയ ഒരു കൗണ്ട് ആണ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ അറിയിക്കുകയാണ്. മാർച്ച് 16 വരെയാണ് എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള തീയതി എന്ന് പറയുന്നത്. മെയ് 5 നമ്മുടെ എക്സാമിനേഷൻസ്. ഇപ്പൊ ഇനിയും ഒരു 1-2 മാസം നിങ്ങൾ ഒന്ന് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ നീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്, അതും റേസിന്റെ കൂടെ തന്നെ.